ഇല്ലല്ലോ. അതെങ്ങനെയാ പറയണേ? അല്ലല്ല, അതൊക്കെ ക്ലാരിഫൈ ചെയ്താണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ, അതിനുശേഷമുള്ള ബൈ ഇലക്ഷനുകളിൽ, നിലമ്പൂർ, പിന്നെ ഇന്നലെ ഇത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെയും ക്ലിയർ ചെയ്ത്, ജമായത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സംശയം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് പറ്റിയ അബദ്ധം പറ്റിയില്ലേ? ഞങ്ങൾ ഇന്നുവരെ അവരുടെ പുറകെ പോയിട്ടില്ല, ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു. ഞാനപ്പോൾ ഹിറ സെൻറ്ററിൽ ജമായത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പടം പ്രദർശിപ്പിച്ചു പത്രസമ്മേളനത്തിൽ. വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചു. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ, ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ജമായത്തിൻ്റെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രസ്താവന, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ അകൽച്ചയും മാറി അവർ ഞങ്ങളുടെ കൂടെയാണ്, അവരുടെ പിന്തുണയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 1977 മുതൽ 2019 വരെ ജമായത്ത് ഇസ്ലാമി ഇവരുടെ കൂടെയായിരുന്നു. ഇനി 2006 മുതൽ 2011 വരെ ഒരുപാട് സർക്കാർ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി, ഈ ഒരു സിലബസ് പരിഷ്കരണ കമ്മിറ്റി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെല്ലാം ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയാണ് വെച്ചിരുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ ക്യാമ്പയിൻ തയ്യാറാക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ്. അത് പഴയ ഓർമ്മയിലാണ്. കാരണം അച്യുതാനന്ദൻ മന്ത്രിസഭ ഉള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അന്ന് സിലബസ് പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് ഒ അബ്ദുറഹ്മാനെയാണ്. ഈ ജമായത്ത് ഇസ്ലാമിൽപ്പെട്ട ആളെയാണ്. ഇതൊക്കെ മറന്നുപോയിട്ട് കേരളം മുഴുവൻ മറന്നുപോകുമെന്ന് വിചാരിച്ച് ഒരു സുപ്രഭാതത്തിൽ വന്ന് കാപട്യമാണ്, പച്ചക്കള്ളമാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ എൻ്റെ എല്ലാ തെളിവുകളും ഹാജരാക്കി, എല്ലാ പത്ര റിപ്പോർട്ടുകളും ഹാജരാക്കി. ഇവർക്ക് ബന്ധമുണ്ട്. പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം, ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം. അതെവിടുത്തെ പരിപാടിയാണ്? അന്ന് ജമായത്ത് ഇസ്ലാമിയ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു അകൽച്ചയുമില്ല. പിന്നെ ജമായത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ പിന്തുണ UDF-ന്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിന് സാമ്രാജ്യത്വ ദാസ്യം. ഞങ്ങൾ അമേരിക്കയുടെ കൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് കേരളത്തിലെ CPM-ന് ജമായത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു. ഹിറ സെൻറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ല, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹിറ സെൻറ്ററിൽ പോയി ഈ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ മുഴുവൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ അമീറും പിണറായി വിജയനും കൂടി ഇരിക്കുന്ന പടമാണ് ഞാൻ ഹാജരാക്കിയത്. സോൾഡാറ്റിലെ പിള്ളേരൊന്നുമല്ല, അവർ പൂർണ്ണ പിന്തുണ. മനസ്സിലായി? പിന്നെ മദനിയെ പിടിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്ന് നായനാർ ഗവൺമെൻറ് അവകാശപ്പെട്ടു. ആ മദനിയെ കാത്ത് 1 മണിക്കൂർ ഇരുന്ന ആളാണ് പിണറായി വിജയൻ. SDPIയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് CPM. വെറുതെ ചുമ്മാ ഒന്ന് സുപ്രഭാതി പറയല്ലേ. ജമായത്ത് ഇസ്ലാമിയായിട്ട് CPM-നുള്ള ബന്ധം, CPM ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ജമായത്ത് ഇസ്ലാമിയിൽപ്പെട്ട അംഗങ്ങളെ സർക്കാരിൻ്റെ വിവിധ കമ്മിറ്റികളിൽ വെച്ചതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കും. അല്ല, വർഗീയ പ്രസ്ഥാനത്തിന് ഞങ്ങൾ പിന്തുണ മേടിക്കില്ലല്ലോ. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 4 പതിറ്റാണ്ട് CPM-നായിരുന്നു. 1977 ജമായത്ത് ഇസ്ലാമിയും ജനസംഘവും ഒക്കെ CPM, അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ 5 തെരഞ്ഞെടുപ്പിന്, ഞാൻ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിന് ജമായത്ത് ഇസ്ലാമി എനിക്കെതിരായിരുന്നു. ജമായത്ത് ഇസ്ലാമി LDF-നാണ് വോട്ട് ചെയ്തത്. എൻ്റെ 5 തെരഞ്ഞെടുപ്പിന്, ഞാൻ 5 തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ചുമ്മാ പറയുക, ഇതൊന്നും ആരും മനസ്സിലായി. ഇതൊക്കെ ഒരു അവസരവാദമാണ്, അവസരവാദം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.